എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എങ്ങനെ ഒരു ബൈക്കിൻ്റെ ഷോക്ക് അബ്സോർബർ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം RR310ൻ്റെ മോണോഷോക്ക് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഒരു ഡെമോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരു ഷോക്ക് അബ്സോർബർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ കംഫർട്ട് എന്ന് പറയുന്നത്, പിന്നെ വന്നിട്ട് ഇപ്പം നമ്മൾ ചിലപ്പം സിറ്റി റൈഡ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഹൈവേ ടൂറിങ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ട്രാക്കിൽ ഓടിക്കുന്നവരായിരിക്കും. ഇങ്ങനെ ഈ 3 കാറ്റഗറിയിലായിരിക്കും നമ്മൾ പൊതുവേ വണ്ടികൾ യൂസ് ചെയ്യുന്നത്. ഓഫ് റോഡ് എന്നുള്ളത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് പരിഗണിക്കേണ്ട, കാരണം ഓഫ് റോഡിൽ എപ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു 3 പർപ്പസിന് വേണ്ടിയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു സിറ്റി റൈഡാണ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം കംഫർട്ടാണ് വേണ്ടിയത്. അപ്പോൾ സിറ്റി റൈഡിൽ നമ്മൾ ഓടിക്കുമ്പം നമുക്ക് ഒരുപാട് ഗട്ടറൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും നമ്മൾ പോകത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് കംഫർട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് വേണം അതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് വരാനായിട്ട്. അതേസമയം നിങ്ങൾ ടൂറിങ്ങിന് പോകാമെന്ന് വെച്ചു, ചില സമയത്ത് നമ്മൾ നല്ല സ്പീഡിൽ ഓടിക്കും, ചിലപ്പോൾ നമ്മൾ സ്ലോയിൽ ഓടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കംഫർട്ടും വേണം, അത്യാവശ്യം സ്റ്റെബിലിറ്റിയും വേണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഹൈവേയിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ട്രാക്കിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയെന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. വണ്ടിയുടെ സ്റ്റെബിലിറ്റിയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഈ ഒരു 3 സെനാരിയോയിലും നമ്മൾ എങ്ങനെ സസ്പെൻഷൻ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സിറ്റി റൈഡ് മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചു, അപ്പം നമുക്ക് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ് വേണ്ടത്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വണ്ടികളുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പം അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ ഒരു കാണുന്ന സംഗതി കണ്ടോ, ഇതൊരു പോയിൻ്റാണ്. ഇതിപ്പോൾ 1, ഇത് 2-ലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് സിറ്റി റൈഡാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് സോഫ്റ്റ് ആക്കിയിട്ട് വളരെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ലോ സെറ്റിങ്സ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ടൂറിംഗ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടും വേണം, അതോടൊപ്പം കുറച്ച് സ്റ്റെബിലിറ്റിയും വേണം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് കുറച്ചും കൂടെ ടൈറ്റ് ആക്കേണ്ടിയുണ്ട്. ഒരു 3-4 സെറ്റിങ്സ് കൂടുതലായിട്ട് ടൈറ്റ് ആക്കുക. ട്രാക്കിൽ മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൈവേ റൈഡ് മാത്രമാണ്, നിങ്ങളിപ്പോൾ ഓവർ സ്പീഡിലൊക്കെ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് 4 എന്നുള്ളത് കുറച്ചും കൂടെ കൂട്ടി സസ്പെൻഷൻ സെറ്റപ്പ് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പർപ്പസ് അനുസരിച്ചിട്ടാണ് വണ്ടിയുടെ സസ്പെൻഷൻ സെറ്റപ്പ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പം കോർണറിങ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വണ്ടിക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കൺട്രോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സസ്പെൻഷൻ സെറ്റപ്പ് സ്റ്റിഫാക്കി ഇടണം. അപ്പം എങ്ങനെ അത് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് RR310ൻ്റെ നമ്മുടെ ടൂൾ കിറ്റ് ഉണ്ടല്ലോ, അത് മിക്ക വണ്ടികളുടെ കൂടെ കിട്ടുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടൂൾ കിറ്റ് എടുക്കുന്നു. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ടൂൾ കിറ്റ് എടുത്തിട്ട് നമുക്കിതിനകത്ത് ഈ കാണുന്ന സംഗതി കണ്ടോ, ഇതൊരെണ്ണവും പിന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഒരു സംഗതിയും കൂടെ ഉണ്ട്. ഈ സംഭവം, ഇത് രണ്ടും മാത്രം മതി. സസ്പെൻഷൻ നിങ്ങൾക്ക് സുഖമായിട്ട് സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പിടിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിപ്പം റൈറ്റ് സൈഡിലേക്ക് ഇത് കണ്ടോ, ഇവിടുത്തെ ഈ ഒരു ഹോളിൽ ഇതൊന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഓരോ ഹോൾ വരുന്നുണ്ട് ഇവിടെ. അപ്പം നമുക്ക് പിടിക്കാനായിട്ട് എങ്ങനെ എളുപ്പമെന്ന് വെച്ചാൽ ആ ഹോളിൽ ഒരെണ്ണം ഇടുക. ഇങ്ങോട്ട് മാറ്റിയാൽ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സസ്പെൻഷൻ ടൈറ്റ് ആവും. അതേസമയം ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് റൈറ്റ് സൈഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ സസ്പെൻഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആവും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പം 0-ലായി. ഇതിപ്പോൾ ഏറ്റവും ലോ സെറ്റിംഗ് ആണ്. സിറ്റി റൈഡ് അത്യാവശ്യം ഗട്ടറൊക്കെ ഉള്ള സ്ഥലത്തൂടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഏറ്റവും സ്യൂട്ട് ആവുന്നത്. ഇനി നമുക്ക് ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ റൈറ്റ് സൈഡിലിട്ടു, എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് ഇച്ചിരി കട്ടി ഉണ്ടാവും. 2-ലായി. ഒന്നുകൂടെ ഇടുകയാണ്, അപ്പം 3-ലായി. ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ 4-ലാവും. ഈ ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ടൂറിങ്ങിന് നമുക്ക് കുഴപ്പമില്ല, കാരണം സ്റ്റെബിലിറ്റിയും വേണം, അത്യാവശ്യം കംഫർട്ടും വേണം. ഇപ്പോൾ നിങ്ങൾ ഹെവി വെയിറ്റൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ തീരെ ലോ സെറ്റിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലഷി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 ആ റേഞ്ചിലിട്ടാൽ മതി. നല്ല വെയിറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 5-ലേക്ക് ഇടാൻ വേണേ.
നിങ്ങളുടെ കംഫർട്ട് ലെവൽ ഏതാണെന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് സസ്പെൻഷൻ ടൈറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. മെയിനായിട്ട് ഏത് സമയത്ത് ഈ ഒരു സെറ്റപ്പ് മാറ്റണം എന്നുള്ളത് പർപ്പസ് അനുസരിച്ചിട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? അപ്പോൾ ഇനി മുതൽ നിങ്ങൾ സ്പീഡിൽ ഓടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്തിടുക. അതല്ല സിറ്റി റൈഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കംഫർട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടൂറിംഗ് പെർസ്പെക്റ്റീവിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മിഡ് റേഞ്ചിൽ നിർത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ എവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു വിഹിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിഡ് വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.